അപ്പൊ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ, യേശു ക്രിസ്തു ശബത്തുമായി ബന്ധപ്പെട്ട് കർത്താവിന്റെ പ്രവർത്തികൾ, യേശു ക്രിസ്തുവിന്റെ ആക്ടിവിറ്റീസ് എന്തായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, അതിനകത്താണ് വാട്ട് ഈസ് ദ ഒറിജിനൽ ശബത്ത്, വാട്ട് ഈസ് ദ ട്രൂ ശബത്ത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. നമ്മൾ മത്തായി 4 സുവിശേഷങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ പ്രവർത്തികളുമായി ബന്ധപ്പെട്ട്, ശബത്തിലുള്ള യേശുവിന്റെ പ്രവർത്തികളുമെന്ന് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. യേശു ശബത്തിനെ എങ്ങനെയാണ് ഡീൽ ചെയ്തത്? പ്രധാനമായിട്ടും മത്തായി സുവിശേഷം 12-ാം അധ്യായം ആദ്യത്തെ ഭാഗം, മത്തായി സുവിശേഷം 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും, മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 23 മുതൽ 28 വരെ വായിക്കുമ്പോഴും, ഈ 2 ഭാഗങ്ങളിലും ഒരു കാര്യം പ്രധാനമായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്, യേശു തൻ്റെ ശിഷ്യന്മാരുമായി ഒരു വയലിലൂടെ കടന്നു പോകുമ്പോൾ, അത് ശബത്ത് ദിവസമാണ്, അവർ പള്ളിയിലേക്ക് പോവുകയാണ് ശബത്തിൽ, അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് വരുന്നതായിരിക്കാം. ആ വയലിലൂടെ കടന്നു പോകുമ്പോൾ ശിഷ്യന്മാർ ആ കതിര് പറിച്ച്, ഗോതമ്പിന്റെ കതിരിങ്ങനെ പറിച്ച് കയ്യിൽ വെച്ച് ഞരടി. അങ്ങനെ ഞരടുന്ന എന്തിനാണ് നമുക്കറിയാം. പണ്ട് നെല്ലൊക്കെ നമ്മുടെ അമ്മമാര് അങ്ങനെ ചെയ്യാറുണ്ട്. നെല്ലിങ്ങനെ കയ്യിൽ വെച്ച് ഞരടി അതിൻ്റെ പുറത്തുള്ള സാധനത്തിന് എന്ത് പറയും, അതിൻ്റെ കവറിങ്, ഉമി, അതിനെ ഇങ്ങനെ കളഞ്ഞിട്ട് അതിനകത്തുള്ള അരി എടുത്ത് കഴിക്കും. ഇതുപോലെ ശിഷ്യന്മാരെന്ത് ചെയ്തു, ആ കതിര് പറിച്ച് കൈകൊണ്ട് ഞരടി അതിൻ്റെ തോട് കളഞ്ഞിട്ട് ഗോതമ്പെടുത്ത് അവർ കഴിക്കുകയാണ്. അത് വെറുതെ കഴിച്ചതല്ല. ബൈബിൾ അവിടെ എല്ലാ സുവിശേഷങ്ങളിലും വ്യക്തമായി പറയുന്നു, ശിഷ്യന്മാർ വിശന്നിട്ടാണ് ആ പ്രവൃത്തി ചെയ്തത്. അവർക്ക് വിശപ്പുണ്ടായി, വിശന്നിട്ടാണ് ആ പ്രവൃത്തി ചെയ്തത്. അപ്പൊ അടക്കാൻ കഴിയാതെ വന്നപ്പോൾ ശിഷ്യന്മാര് കതിര് പറിച്ച് കൈകൊണ്ട് ഞരടി കഴിച്ചു. പക്ഷെ പരീശന്മാർ ഇത് കണ്ടിട്ട്, ശാസ്ത്രിമാരും പരീശന്മാരും ഇത് കണ്ടിട്ട്, ഇത് ശബത്താണ്, ശബത്തിൽ വിഹിതമല്ലാത്തത് ചെയ്യുന്നു, കാരണം പ്രൊഹിബിറ്റഡ് ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യുകയാണ് ശബത്തിൽ. അപ്പൊ യേശു ആ സമയത്ത് അവർക്ക് മറുപടി പറഞ്ഞത്, ഇതുപോലെ മുമ്പൊരിക്കൽ ദാവീദും തൻ്റെ കൂടെയുള്ള ആളുകളും 3 ദിവസമായി വഴി നടന്ന് അലഞ്ഞ് മരുഭൂമിയിൽ കൂടെ ഒളിച്ചൊക്കെ നടന്ന് വിശന്ന് തളർന്നപ്പോൾ ദേവാലയത്തിൽ ചെല്ലുകയും അവിടെ പുരോഹിതന്മാർക്ക് മാത്രമല്ലാതെ മറ്റാർക്കും കഴിക്കാൻ പാടില്ലാത്ത കാഴ്ചയപ്പത്തിന്റെ ശേഷിപ്പ് അവിടെ ഉണ്ടായിരുന്നു. അന്ന് ആ കാഴ്ചയപ്പമാണ് പുരോഹിതനെടുത്ത് ദാവീദിനും കൂടെയുള്ളവർക്കും കൊടുത്തത്. ഇത് ഒരു രാജാവ് കഴിക്കാൻ പാടുള്ളതല്ല. പുരോഹിതനല്ലാതെ മറ്റാരും ദേവാലയത്തിലെ കാഴ്ചയപ്പം എന്ത് ചെയ്യാൻ പാടില്ല, കഴിക്കാൻ പാടില്ല. അപ്പോ ദാവീദ് അവിടെ വന്ന് എന്തെങ്കിലും ഉണ്ടോ, ഭക്ഷണത്തിന് ഞങ്ങൾക്ക് വിശക്കുന്നു, എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പുരോഹിതൻ പറഞ്ഞത്, ഇവിടെ കാഴ്ചയപ്പം, വിശുദ്ധ അപ്പം മാത്രമേ ഉള്ളൂ, അത് പുരോഹിതന്മാർ മാത്രം കഴിക്കാനായിട്ട് മാറ്റിവെച്ചിരിക്കുന്നതാണ്. ദാവീദ് പറഞ്ഞു, ഞങ്ങൾ 3 ദിവസമായി വനാന്തരത്തിലാണ്, ഈ 3 ദിവസം ആരും ഭാര്യമാരുടെ അടുക്കൽ പോയിട്ടില്ല. അപ്പൊ മനസ്സിലായല്ലോ, ഭാര്യമാരുടെ അടുക്കൽ പോയിട്ടില്ല, ഞങ്ങൾ വിശുദ്ധരാണ്, ഞങ്ങൾ ഈ 3 ദിവസമായി വിചാരിക്കുകയാണ്, വിശുദ്ധമായിരിക്കണം, ഭാര്യമാരുമായിട്ട് ഒരു ബന്ധവും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, പുരോഹിതന്മാർക്ക് കൊടുക്കാനുള്ള കാഴ്ചയപ്പം ഞങ്ങൾക്ക് കഴിക്കാം. അങ്ങനെ പുരോഹിതൻ ആ കാഴ്ചയപ്പം ദാവീദിനും കൂട്ടർക്കും കൊടുത്ത് അവർ വിശപ്പടക്കി. അപ്പൊ ഈ കാര്യം യേശു അവിടെ ഓർമ്മിപ്പിക്കുകയും, ഈ ചെയ്ത പ്രവൃത്തി തെറ്റല്ല, ഇവർക്ക് വിശന്നത് കൊണ്ട് ഇവരത് ചെയ്യാം എന്ന് യേശു അവിടെ വാദിക്കുകയും ചെയ്തു. അപ്പൊ മതത്തിന്റെ ശബത്ത് അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ ശബത്ത്, വിശന്ന് ചത്താലും കുഴപ്പമില്ല, ശബത്ത് ലംഘിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതൊരു ലംഘനമല്ല വാസ്തവത്തിൽ. പക്ഷെ ലംഘനമല്ല എന്ന് അവർക്കറിയാം. അറിഞ്ഞിട്ടും മനഃപൂർവ്വം യേശുവിനെ കൊടുക്കാൻ, ഇവരെ കൊടുക്കാൻ വേണ്ടി, ഇത് ശബത്താണ്, ശബത്തിന് വിഹിതമല്ലാത്ത നിങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവരോട് ശണ്ടയിടുകയാണ്. വാസ്തവത്തിൽ ശിഷ്യന്മാർ എന്താണ് ശബത്തിന്റെ അന്ന് ലംഘിച്ചത്? കതിര് പറിച്ചു, കൈകൊണ്ട് ഞരടി അവന്റെ അരി അവരെന്ത് ചെയ്തു, അതിന്റെ ഗോതമ്പ് അവർ കഴിച്ചു. ഈ ഒരൊറ്റ പ്രവൃത്തിയാണ് അവർ ചെയ്തത്. നിങ്ങൾക്കറിയാമോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 39 പ്രവൃത്തികൾ മൊത്തത്തിൽ ശബത്ത് ദിവസം ചെയ്യാൻ പാടില്ല എന്ന് നിരോധനം കൽപ്പിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 11 ബ്രെഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. ശബത്തിലെ മുഴുവൻ നിയമങ്ങളും സമാഗമന കൂടാരത്തിൽ ദേവാലയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് അപ്പവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ അപ്പവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ
11 കാര്യങ്ങൾ ശബത്തിൽ ചെയ്യാൻ പാടില്ലെന്ന് നിരോധിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഞാൻ പറയാം. ഉഴാൻ പാടില്ല, നടാൻ പാടില്ല, കൊയ്യാൻ പാടില്ല, കളക്ട് ചെയ്യാൻ പാടില്ല, മെതിക്കാൻ പാടില്ല, പാറ്റാൻ പാടില്ല, വേർതിരിക്കാൻ പാടില്ല, പൊടിക്കാൻ പാടില്ല, കല്ല് പറക്കി മാറ്റാൻ പാടില്ല, കുഴയ്ക്കാൻ പാടില്ല, പാചകം ചെയ്യാൻ പാടില്ല. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ബ്രെഡുമായി ബന്ധപ്പെട്ട് ശബത്തിന്റെ അന്ന് ചെയ്യാൻ പാടില്ല. ഉഴാൻ പാടില്ല, നടാൻ പാടില്ല, കൊയ്യാൻ പാടില്ല, കളക്ട് ചെയ്യാൻ പാടില്ല, കള ഇങ്ങനെ ചേർത്ത് വെക്കാൻ പാടില്ല, മെതിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ ആ നെല്ല് ചവിട്ടി അതിനെ കതിരിൽ നിന്ന് പറിക്കുന്നില്ലേ, അത് ചെയ്യാൻ പാടില്ല. അതിനെ പാറ്റാൻ പാടില്ല. അരി പാറ്റുന്ന സംഭവം അറിയാമല്ലോ, വേണ്ടാത്തത് കളയുന്ന സാധനം, അത് ചെയ്യാൻ പാടില്ല. ഈ കതിരും മറ്റേ കാലിയായ സാധനവും തമ്മിൽ വേർതിരിക്കാൻ പാടില്ല. കല്ലും നെല്ലും നമ്മൾ വേർതിരിക്കുന്നത്, അരിയിൽ കല്ലൊക്കെ ഉണ്ടാവും, അതിനെ വേർതിരിക്കില്ല. അങ്ങനെ വേർതിരിക്കാൻ പാടില്ല. ഈ ധാന്യത്തെ പൊടിക്കാൻ പാടില്ല, ഇതിനെ കുഴയ്ക്കാൻ പാടില്ല, പിന്നെ സിഫ്റ്റ് ചെയ്യാൻ പാടില്ല, പാചകം ചെയ്യാൻ പാടില്ല, മാവ് കുഴയ്ക്കാൻ പാടില്ല. പക്ഷെ ശിഷ്യന്മാര് ഗോതമ്പ് പറിച്ച് കൈകൊണ്ട് ഇങ്ങനെ ഞെരടിയപ്പോൾ പറിക്കാൻ പാടില്ല എന്നുള്ള പ്രവൃത്തി, കൈവച്ച് പറിച്ചപ്പോൾ പറിക്കാൻ പാടില്ല എന്നുള്ള നിയമം എന്ത് ചെയ്തു? ലംഘിച്ചു. കയ്യിൽ ഞെരടിയപ്പോ മെതിക്കാൻ പാടില്ല എന്നുള്ള നിയമം ലംഘിച്ചു. വാക്കകത്തിട്ട് ചവച്ചപ്പോ കുഴയ്ക്കാൻ പാടില്ല എന്നുള്ള നിയമം ലംഘിച്ചു. അകത്തോട്ട് പോയപ്പോ എന്ത് ചെയ്തു? പാചകം കൺസ്യൂം ചെയ്യാൻ പാടില്ല, പാചകം ചെയ്യാൻ പാടില്ല. ഈ നിയമം മൊത്തത്തില് ഈ ആദ്യത്തെ 11 നിയമങ്ങളും ഈ ഒറ്റ പ്രവൃത്തി കൊണ്ട് ശിഷ്യന്മാർ എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്തു. ഇതാണ് ന്യായശാസ്ത്രിമാര് വാദിക്കുന്നത്. ഇവർ ശബത്തിനെ ലംഘിച്ചു. പക്ഷെ യേശു ഒരൊറ്റ കാര്യം കൊണ്ട് അതിനെ മൊത്തം അസാധുവാക്കി. അവരുടെ വാദങ്ങളെ അസാധുവാക്കി. എന്താണ്? ഇവർക്ക് വിശന്നു. ആമേൻ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അപ്പൊ വാസ്തവത്തിൽ യേശു ഇവിടെ ശബത്തിനെ കുറിച്ച് പറയുന്നത്, വിശന്നാൽ വിശക്കുന്നവന്റെ വിശപ്പ് അടക്കുന്നതാണ് യഥാർത്ഥ ശബത്ത്. ആമേൻ. നീ വിശന്നിരുന്ന് ദൈവത്തെ ആരാധിക്കുന്നതല്ല യഥാർത്ഥ ശബത്ത്. നീ വിശന്നിരുന്നു കൊണ്ട് ഉപവസിച്ച് മരിക്കുന്നതല്ല ദൈവത്തിന്റെ ശബത്ത്. നിനക്ക് വിശന്നാൽ വിശപ്പടക്കി സന്തോഷത്തോടെ കർത്താവിന് നന്ദി പറഞ്ഞ് ആനന്ദിക്കുന്നതാണ് യഥാർത്ഥ ശബത്ത്. ഇന്ന് രാത്രി നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഹൃദയത്തിലെ വിശപ്പ്, ആവശ്യങ്ങൾ, അത് നിവർത്തിക്കപ്പെടുന്നതാണ് യഥാർത്ഥ ശബത്ത്. നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്ന് രാത്രി ഓരോരുത്തരുടെ മേലും അങ്ങനെ ഒരു ശബത്ത് വെളിപ്പെടാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ വിശപ്പടക്കണം. ആമേൻ. കർത്താവ് ശബത്തിനെ ഏറ്റവും അധികം, ഉപവാസത്തെക്കുറിച്ച് യെശയ്യാ പ്രവാചകരോട് പറയുമ്പോൾ ദൈവം ഇഷ്ടപ്പെടുന്നൊരു ഉപവാസമുണ്ട്. തലയെ വേഴത്തെ പോലെ കുനിയിക്കുന്നതും, കുളിക്കാതെ രട്ടെടുത്ത് തലയെ മണ്ണ് വാരിയിട്ട് പ്രാർത്ഥിക്കുന്നതും, തല കുനിഞ്ഞിരുന്ന് കരയുന്നതും, വിശന്നിരുന്ന് ഊപ്പാട് വരുന്നതും അല്ല യഥാർത്ഥ ഉപവാസം. അന്യായ ബന്ധനങ്ങളെ, അന്യായ നുഖങ്ങളെ അഴിച്ചു കളക, ബന്ധനസ്ഥന്മാരെ വിടുവിക്കുക, വിശന്നിരിക്കുന്നവൻ ആഹാരം കൊടുക്കുക, അനാഥനെയും വിധവയെയും സംരക്ഷിക്കുക. ഇതാണ് ദൈവം ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ ഫാസ്റ്റിംഗ് പ്രയർ, യഥാർത്ഥ ഉപവാസം എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ കർത്താവ് പ്രവാചകനിലൂടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. സോ മതത്തിന്റെ ന്യായപ്രമാണം പറയുന്ന ശബത്ത് നീ വിശപ്പടക്കാതെ, വിശന്നിരുന്നിട്ടാണെങ്കിലും ന്യായപ്രമാണ ശബത്ത് ലംഘിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ യേശുവിന്റെ ശബത്ത് പറയുക, നീ വിശന്നിരിക്കുവാണെങ്കിൽ ഭക്ഷണം കഴിച്ച് തൃപ്തനാകണം. ഇതിനകത്ത് ഒരു കോട്ടിംഗ് ഉണ്ട്. ഈ 39 ആക്ടിവിറ്റീസ് ഫോർബിഡൻ ചെയ്ത ശേഷം, നിരോധിക്കപ്പെട്ട ശേഷം സ്ക്രോൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഇതെല്ലാത്തിനും ഒരു എക്സംഷൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഒഴിവ് കഴിവുണ്ട്. നമുക്ക് ഒഴിവ് പറയാം. ശബത്തിനകത്തൊരു ഒഴിവ്. അതെന്താണെന്നറിയാമോ? മനുഷ്യന്റെ ജീവന അപകടമായിട്ട് എന്ത് വന്നാലും, അഥവാ ചെയ്യേണ്ടി വന്നാൽ പ്രമാണം എന്ത് ചെയ്യാം? ശബത്തിന്റെ പ്രമാണം ലംഘിക്കാം. ആമേൻ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. 2, ഈ ശബത്ത്, മറ്റത് ഈ യാഗത്തെ സംബന്ധിച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ. മറ്റൊരു കാര്യമുണ്ട്. ഈ മൃഗത്തെ കൊല്ലാൻ പാടില്ല, അതിൻ്റെ മുടി ചീകാൻ പാടില്ല, രോമം കത്രിക്കാൻ പാടില്ല, തോലുരിയാൻ പാടില്ല, കട്ട് ചെയ്യാൻ പാടില്ല, അതിനെ പാചകം ചെയ്യാൻ പാടില്ല. ഇത് ശബത്തിലെ ശക്തമായ നിയമമാണ്. പക്ഷേ പരിച്ഛേദന, ഒരു കുഞ്ഞ് ജനിച്ച് 8-ാം ദിവസം മോശയുടെ നിയമപ്രകാരം എന്ത് ചെയ്യണം? പരിച്ഛേദന ചെയ്യണം. സർക്കംസിഷൻ എന്ന് പറയുന്ന കർമ്മം ചെയ്യണം. ഈ കുഞ്ഞ് ജനിച്ച് 8-ാം ദിവസം ശനിയാഴ്ചയാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ശബത്തിന്റെ 7-ാം ദിവസമാണ്, ശബത്തിന്റെ അന്നാണ് വരുന്നതെങ്കിൽ ശബത്ത് ലംഘിക്കാം, കുഴപ്പമില്ല. കാരണം അവിടെ ആ മെയിൽ ചൈൽഡിന്റെ, ആൺകുട്ടിയുടെ ലിംഗത്തിന്റെ അഗ്രചർമ്മമാണ് എന്ത് ചെയ്യുന്നത്? കട്ട് ചെയ്ത് കളയുന്നത് കത്തി ഉപയോഗിച്ച്. വാസ്തവത്തിൽ ശബത്തിൽ അങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല?
ഒരു ജീവനുള്ള മൃഗത്തിൻ്റെയോ പക്ഷിയുടെ തോല് ഉരിക്കാൻ പാടില്ലെന്നാണ്. പ്രൈസ് ഗാഡ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ മോശയുടെ നിയമം അനുസരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? ശബത്തിന്റെ നിയമം ലംഘിക്കാൻ പറ്റുമെന്ന് അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഒരു ഒഴിവുണ്ട്. അപ്പൊ രണ്ടാമത് കർത്താവായ യേശു ശബത്തിൽ ചെയ്ത മറ്റൊരു പ്രവൃത്തിയാണ് ചില സൗഖ്യങ്ങൾ, ചില പ്രധാനപ്പെട്ട സൗഖ്യങ്ങൾ കർത്താവ് ചെയ്തിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ശബത്താണ്, ഒരു ഹീലിംഗ് ആണ്. മത്തായി സുവിശേഷം 12-ാം അധ്യായം 10 മുതൽ 12 വരെയും, മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലും, ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലും ഒരു മനുഷ്യനെ കർത്താവ് ദേവാലയത്തിൽ വെച്ച് ശബത്തിന്റെ അന്ന് എന്ത് ചെയ്യുകയാണ്? സൗഖ്യമാക്കുകയാണ്. ആ മനുഷ്യന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. കാരണം ആ മനുഷ്യന്റെ പ്രശ്നമാണ് അദ്ദേഹത്തെ അഡ്രസ് ചെയ്യുന്നത്. ആ മനുഷ്യന്റെ പ്രശ്നമാണ് അദ്ദേഹത്തിന്റെ അഡ്രസ്സ്. ആമേൻ. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പലപ്പോഴും പേരുകൾ പ്രസക്തമല്ലാതാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. പേരുകൾക്ക് അവിടെ വിലയില്ല. അവരുടെ പ്രശ്നമാണ് അവരുടെ പേര്, അവരുടെ പ്രശ്നമാണ് അവരുടെ അഡ്രസ്സ്, അവരുടെ പ്രശ്നമാണ് അവരുടെ ഐഡന്റിറ്റി. ആമേൻ. ചില വിഷയങ്ങൾക്കകത്ത്, അസാധാരണമായ വിഷയങ്ങൾക്കകത്ത് അവർ കുടുങ്ങിപ്പോകുമ്പോൾ ആ പ്രശ്നം അവരുടെ ഐഡന്റിറ്റി ആയിട്ട് മാറും. ആ പ്രശ്നം അവരുടെ പേരായി മാറും. ആ പ്രശ്നം അവരുടെ അഡ്രസ്സായി മാറും. ഈ അടുത്ത സമയത്ത് ജോൺ ജബരാജ് എഴുതിയ ഒരു പാട്ടാണ് ഇങ്ങനെ, ഉങ്ക പ്രസന്നം താൻ എനത് മുഖവരി, എന്ന് വെച്ചാൽ അങ്ങയുടെ സാന്നിധ്യമാണ് എൻ്റെ അഡ്രസ്സ്. ആമേൻ. എത്ര അർത്ഥവത്തായ വരികളാണല്ലേ. നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തോട്, കർത്താവേ, എൻ്റെ പ്രശ്നങ്ങളല്ല, എൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ ഐഡന്റിറ്റിയായി മാറട്ടെ. എൻ്റെ വിഷയങ്ങളല്ല, എൻ്റെ ഓടൊപ്പമുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ മേൽവിലാസമായി മാറട്ടെ. എൻ്റെ പേരായിട്ട് എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം മാറട്ടെ. ദൈവത്തിൻ്റെ തേജസ് എൻ്റെ ഐഡന്റിറ്റി ആയിട്ട് മാറണം. ദൈവത്തിൻ്റെ ഗ്ലോറി എൻ്റെ അഡ്രസ്സായി മാറണം. ദൈവത്തിൻ്റെ ഗ്ലോറി എൻ്റെ നെയിമായി മാറണം. ദൈവത്തിൻ്റെ ഗ്ലോറി എൻ്റെ ക്യാരക്ടറായി മാറണം. ദൈവത്തിൻ്റെ ഗ്ലോറി എൻ്റെ പ്രശസ്തിയായി മാറണം. എത്ര പേര് ഇന്ന് രാത്രി അതിനായി ദൈവത്തോട് ചോദിക്കും? യെസ് ലോർഡ്, അങ്ങയുടെ മഹത്വം എൻ്റെ പേരായി മാറട്ടെ. എൻ്റെ പ്രശ്നമല്ല. എനിക്കൊരു രോഗമുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ രോഗം വർഷങ്ങളായിട്ട് എന്നെ തുടരുന്നെങ്കിൽ ഞാൻ പിന്നീട് അറിയപ്പെടുന്നത് ഈ രോഗത്തിന്റെ പേരിലായിരിക്കും. ഇന്നയാള്. ബൈബിളിൽ പലയിടങ്ങളിലും ഒരു കുഷ്ഠരോഗി, ഒരു അന്ധൻ, ഒരു മുടന്തൻ, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. പലരുടെയും പേരുകൾ അവിടെ എന്ത് ചെയ്തിട്ടില്ല? കുറിക്കപ്പെട്ടിട്ടില്ല. ഈ എഴുതിയവര് അവരുടെ പ്രശ്നത്തെ അല്ലെങ്കിൽ അവരുടെ വൈകല്യത്തെ, അവർ വർഷങ്ങളായി കടന്നു പോകുന്ന വിഷയത്തെയാണ് അവരുടെ പേരായിട്ടും അഡ്രസ്സായിട്ടും ബൈബിളിൽ, ഗോസ്പലിൽ പലയിടത്തും കുറിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ നമുക്കിന്ന് രാത്രി ദൈവത്തോട് ചോദിക്കാം, കർത്താവേ, നിന്റെ സാന്നിധ്യം എൻ്റെ ഐഡന്റിറ്റിയായി മാറണം. നിന്റെ സാന്നിധ്യം എൻ്റെ പേരായി മാറണം. നിന്റെ സാന്നിധ്യം എൻ്റെ മേൽവിലാസമായി മാറണം. അത് വന്നാൽ ആമേൻ, ദൈവ മഹത്വം നമ്മിൽ ശക്തമായി വെളിപ്പെടും. പ്രൈസ് ഗാഡ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു വാക്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വാക്ക് മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 27-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ്, 24 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത്, ശബത്ത് മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയപ്പെട്ടതാണ്, മനുഷ്യൻ ശബത്തിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടവനല്ല. ദൈവത്തിന്റെ വേദപുസ്തകത്തിലെ എല്ലാ നിയമങ്ങളും മനുഷ്യന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. മനുഷ്യൻ ഒരു നിയമത്തിന് വേണ്ടിയും സൃഷ്ടിക്കപ്പെട്ടവനല്ല. ആമേൻ. ഹല്ലേലൂയ. എല്ലാ നിയമങ്ങളും മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. മനുഷ്യനെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതല്ല, മനുഷ്യനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, മനുഷ്യനെ ചർച്ചിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടല്ല ചർച്ചിൽ ഒരു നിയമം ഉണ്ടാക്കുന്നത്. മനുഷ്യന്റെ ഗുണത്തിന് വേണ്ടിയിട്ടായിരിക്കണം. സോ ദൈവം ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. സോ ഈ കർത്താവ് ശബത്തിൽ പള്ളിയിൽ വന്ന് ഒരു മനുഷ്യനെ സൗഖ്യമാക്കുന്നു. ആ മനുഷ്യന്റെ പേരില്ലെങ്കിലും ആ മനുഷ്യന്റെ അവസ്ഥ ഇങ്ങനെയാണ്, വരണ്ട കൈയുള്ള മനുഷ്യൻ. ആമേൻ. വരണ്ട കൈയുള്ള മനുഷ്യൻ. ഈ വരണ്ട കൈയുള്ള മനുഷ്യനെ കാണുമ്പോൾ കർത്താവ് അവനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് ജനത്തോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഇവനെ സൗഖ്യമാക്കാമോ? ഈ മനുഷ്യന് നന്മ ചെയ്യുന്നത് വിഹിതമാണോ? അപ്പോ ഈ മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ പരീശന്മാർ പറയുകയാണ്, ഇന്ന് ശബത്താണ്, ഇന്ന് എന്ത് ചെയ്യാൻ പാടില്ല, ഇന്ന് ഇങ്ങനത്തെ വേലകളൊന്നും ചെയ്യരുത്, ഇന്ന് നീ സൗഖ്യമാക്കരുത്. 6 ദിവസം ഉണ്ടല്ലോ, ആ 6 ദിവസങ്ങളിൽ ഒന്നിൽ വന്ന് നീ എന്ത് ചെയ്താൽ മതി? സൗഖ്യമാക്കിയാൽ മതി. പക്ഷെ യേശു പറഞ്ഞു, തിരിച്ചൊരടി പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലെ കഴുതയോ കാളയോ ആടോ ഒരു കുഴിയിൽ വീണാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മകൻ കുഴിയിൽ വീണാൽ, നിങ്ങൾ അവനെ ശബത്തെന്ന് നോക്കാതെ അവനെ എന്ത് ചെയ്യും?
രക്ഷിക്കും. അങ്ങനെയെങ്കിൽ ഈ മനുഷ്യനെയും സൗഖ്യമാക്കാൻ ശബത്തിന് കഴിയും. മനുഷ്യൻ പുത്രൻ ശബത്തിനും കർത്താവാകുന്നു. പ്രൈസ് ഗാഡ്. മനുഷ്യപുത്രൻ ശബത്തിനും കർത്താകുന്നു. അവിടെ ആ പറയുന്ന വാക്ക് വളരെ ശ്രദ്ധിക്കണം. മനുഷ്യപുത്രൻ എന്നാണ് യേശു പറഞ്ഞത്, ദൈവപുത്രൻ എന്നല്ല. ആമേൻ. എന്ന് വെച്ചാൽ മനുഷ്യൻ ശബത്തിൻ്റെയും യജമാനനാണ്. ശബത്തിൽ എന്തു ചെയ്യണമെന്ന് മനുഷ്യനാണ് തീരുമാനിക്കുന്നത്. ദൈവം അത് തീരുമാനിക്കാൻ നിശ്ചയിച്ചിട്ടില്ല. അത് നിന്റെ കരങ്ങളിലാണ്. നിനക്ക് നന്ദി പറയണമെങ്കിലാകാം. നിനക്ക് സന്തോഷമുള്ളവനാണെങ്കിൽ, സ്വസ്ഥതയുള്ളവനാണെങ്കിൽ ആ സ്വസ്ഥതയോടെ കുടുംബത്തോടൊപ്പം ദൈവസന്നിധിയിൽ വന്ന് കർത്താവിന് നന്ദി പറയാം. അത് നിന്റെ ലൈഫുമായിട്ട് റിലേറ്റഡ് ആണ്. അല്ലാതെ ദൈവം കഴുത്തിന് കുത്തിപ്പിടിച്ച് നീ ഇന്ന് ദേവാലയത്തിൽ വന്ന് നന്ദി പറയണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്ന ഒരു മത നേതാവല്ല നമ്മുടെ ജീവിക്കുന്ന ദൈവം. ആമേൻ. ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഈ ദിവസങ്ങളിൽ നമുക്ക് മാറണം. ദൈവം നമ്മളെ പ്രാർത്ഥിക്കാൻ നിർബന്ധിക്കുന്നവനല്ല. ദൈവം നമ്മളെ ആരാധിക്കാൻ നിർബന്ധിക്കുന്നവനല്ല. ദൈവം എല്ലാ ദിവസവും ഒരു 10 അധ്യായം വായിക്കാൻ നിർബന്ധിക്കുന്നവനല്ല. ദൈവം ദശാംശം കൃത്യമായിട്ട് കൊടുത്തില്ലെങ്കിൽ അടിതരുമെന്ന് പറയുന്നവനല്ല. പക്ഷേ ഇതെല്ലാം ചെയ്യാൻ കർത്താവ് പറഞ്ഞത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. പ്രാർത്ഥിക്കുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ദൈവവചനം വായിക്കുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ദേവാലയത്തിൽ ചെല്ലുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി കൊടുക്കുന്നത് ദൈവരാജ്യത്തിന്റെയും നമ്മുടെയും വളർച്ചയ്ക്കും വിശാലതയ്ക്കും നന്മയ്ക്കും വേണ്ടിയിട്ടാണ്. ഇതൊന്നും കർത്താവ് നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ഒരു നിർബന്ധിത നിയമമല്ല. ഇതെല്ലാം കർത്താവ് പറയുമ്പോൾ പറഞ്ഞത് സ്നേഹത്തോടെ ചെയ്യണം, സന്തോഷത്തോടെ ചെയ്യണം. ദൈവരാജ്യത്തിന് കൊടുക്കുന്ന കാര്യത്തിൽ പോലും ദൈവവചനം പറയുന്നത് സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ആമേൻ. അവൻ പിറുപിറുത്തുകൊണ്ട് മത്സരിച്ചുകൊണ്ട് അയാൾ ഇത്രയും കൊടുത്തല്ലോ അതുകൊണ്ട് ഞാൻ ഇത്രയും കൊടുക്കാം എന്ന് പറഞ്ഞ് ശാഠ്യത്താലോ നിർബന്ധത്താലോ കൊടുക്കാനല്ല കർത്താവ് പറയുന്നത്. സന്തോഷത്തോട് കൊടുക്കണം. God loves the cheerful giver. ചിരിച്ചോണ്ട് ആനന്ദിച്ചോണ്ട് സന്തോഷത്തോടെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ, സന്തോഷത്തോടെ വചനം പഠിപ്പിക്കുന്നവനെ എല്ലാ നന്മയിലും ഓഹരി കൊടുക്കുമ്പോൾ, സന്തോഷത്തോടെ നിങ്ങളുടെ പ്രവാചകനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ, സന്തോഷത്തോടെ നിങ്ങളുടെ ശുശ്രൂഷകനെ ഫിനാൻഷ്യലി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ദൈവസന്നിധിയിൽ പ്രസാദമുള്ളതാണ്. സന്തോഷം ഇല്ല എങ്കിൽ ദയവ് ഇത് ചെയ്യരുത്. അത് കാരണം സന്തോഷത്തോട് കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ സന്തോഷം ഇല്ലാതെ കൊടുക്കുന്നവനെയോ? പ്രൈസ് ഗാഡ്. I don't want to fill the blank. ആ ബ്ലാങ്ക് ഫില്ല് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ ഡാഷ് നിങ്ങൾ തന്നെ ഹൃദയത്തിനകത്ത് പൂരിപ്പിച്ചാൽ മതി, പറയണ്ട. പ്രൈസ് ഗാഡ്. അപ്പോ സന്തോഷത്തോടെ കർത്താവിന് കൊടുക്കുക, ദൈവരാജ്യത്തിന് സന്തോഷത്തോടെ കൊടുക്കുക. കാരണം ശബത്ത് എന്ന് പറയുന്നത് സ്വസ്ഥതയാണ്. നമ്മുടെ മനസ്സിന്, ശരീരത്തിന്, നമ്മുടെ സാമ്പത്തിക മേഖലയിൽ, വീട്ടിനകത്ത്, എല്ലാ മേഖലയിൽ, എല്ലാ മണ്ഡലത്തിലും ഉണ്ടാകുന്ന ഒരു വലിയ സ്വസ്ഥതയാണ് ശബത്ത് എന്നത് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ വരണ്ട കൈയുള്ള മനുഷ്യനെ സഭയുടെ നടുവിൽ ദേവാലയത്തിന്റെ മധ്യ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് അവനെ കർത്താവ് ഉടനെ സൗഖ്യമാക്കി. ഇത് പരീശന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര ചോദ്യങ്ങൾക്ക് കാരണമായി തീർന്നു. പ്രൈസ് ഗാഡ്. പിന്നെയും മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവൻ ദേവാലയത്ത് ചെന്ന് പഠിപ്പിക്കാൻ ചെന്നു. ഒരു വാക്യം ആരെങ്കിലും വായിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 16 മുതലുള്ള ചില വാക്യങ്ങൾ ആരെങ്കിലും വായിച്ചാൽ ഉപകാരമായിരിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ. ഇവിടെ യേശു ദേവാലയത്തിൽ ചെല്ലുമ്പോൾ യേശുവിന്റെ അടുക്കൽ അന്നത്തെ തിരുവെഴുത്തുകൾ തോറ വായിക്കാൻ കൊടുക്കുകയാണ്. പതിവ് പോലെ യേശു ശബത്തിൽ പള്ളിയിൽ ചെന്നു. അവിടെ യേശുവിനെ കണ്ടപ്പോൾ പ്രബോധിപ്പിക്കാൻ സമയം കൊടുക്കുമ്പോൾ പുസ്തകം കൈ കൊടുത്തു. അവൻ പുസ്തകം നിവർത്തി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം കണ്ടിട്ട് അത് വായിച്ചു എന്നാണ് അവിടെ കാണുന്നത്. ആരെങ്കിലും എടുത്തെങ്കിൽ ദയവായി വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 20 വരെ. ആരും എടുത്തില്ലേ? ആ, പള്ളിയിൽ ചെന്നു വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവൻ കൊടുത്തു. അവൻ പുസ്തകം പുലർത്തി ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ഇവിടെ
കർത്താവ് ഒരു കാര്യം മനഃപൂർവ്വം ഒമിറ്റ് ചെയ്തു, എന്ന് വെച്ചാൽ ഇല്ലാതെ വേണ്ടാന്ന് വെച്ചു, മനഃപൂർവ്വം അവഗണിച്ചു. നിങ്ങൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 61 അധ്യായത്തിലേക്ക് പോകുമ്പോൾ അവിടെ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇതേ വാക്യം തന്നെ യെശയ്യാവ് 61 മുതൽ താഴോട്ട് 1 മുതൽ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും. എടുത്തവരുന്ന് വായിക്കാവോ? എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. എളിയവരോട് സദ്വർത്തമാനം പറവാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് കണ്ടോ, ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാൻ. 1, തടവുകാർക്ക് വിടുതലും. 2, ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാൻ. 3, നിർത്തി യഹോവയുടെ പ്രസാദ വർഷവും. 2, 5 നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും. 6 ദുഃഖിതന്മാരെ ആശ്വസിപ്പിക്കുക. അടുത്ത് സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും. ആമേൻ. ദുഃഖത്തിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അപ്പൊ ദൈവം യേശുവിനെ ലോകത്തിലേക്ക് അയച്ചത് ഈ 7 കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആമേൻ. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കണം, എളിയവരോട് സദ്വർത്തമാനം പറയണം, പീഡിതന്മാരെ വിട്ടയക്കണം, തടവുകാർക്ക് വിടുതൽ കൊടുക്കണം, ബദ്ധന്മാരെ സ്വതന്ത്രരാക്കണം, ദുഃഖിതന്മാർക്ക് അവരുടെ ദുഃഖത്തെ മാറ്റണം, പ്രസാദ വർഷവും പ്രതികാര ദിവസവും പ്രസംഗിക്കണം. പക്ഷെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വന്നപ്പോൾ പ്രതികാര ദിവസം എന്ന വാക്ക് കർത്താവ് പറഞ്ഞില്ല. കർത്താവ് അവിടെ പ്രസാദ വർഷം മാത്രമേ പറഞ്ഞുള്ളൂ. കാരണം ആമേൻ, പ്രതികാര ദിവസം എന്നതിനെ കർത്താവ് അവിടെ മാറ്റിവെച്ചു. അപ്പൊ ദ റിയൽ ശബത്തിനെ കർത്താവ് പറയുകയാണ് ഇവിടെ. അങ്ങനെ അവിടെ ശബത്തിന്റെ അന്നാണ് ഈ വാക്യം, ഈ വചനം യേശു വായിക്കുന്നത്, ഈ ഭാഗം യേശു വായിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് യേശു അതിനെ ഒമിറ്റ് ചെയ്തു അല്ലെങ്കിൽ മാറ്റി? പ്രതികാര ദിവസം എന്ന് പറയുന്നത് ശബത്തല്ല. ആമേൻ. പ്രതികാര ദിവസം സ്വസ്ഥത തരുന്ന ദിവസമല്ല, പ്രതികാര ദിവസം സന്തോഷം തരുന്ന ദിവസമല്ല, പ്രതികാര ദിവസം ആനന്ദം തരുന്ന ദിവസമല്ല. യഹോവയുടെ പ്രസാദ വർഷം, ജൂബിലി, ദ ഇയർ ഓഫ് ജൂബിലി പ്രഖ്യാപിക്കാനാണ് യേശു വന്നത്. അതുകൊണ്ട് യേശു അത് പ്രഖ്യാപിച്ചിട്ട് മറ്റേതൊന്ന് ഒതുക്കി. യഥാർത്ഥ ശബത്തിനെ കുറിച്ച് യേശു പറയുകയാണ്. തടവുകാർ വിടുവിക്കപ്പെടുന്നതാണ് ദ റിയൽ ശബത്ത്. ദുഃഖിതന്മാർക്ക് ആശ്വാസം ഉണ്ടാകുന്നതാണ് യഥാർത്ഥ ശബത്ത്. രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നതാണ് യഥാർത്ഥ ശബത്ത്. കുരുടന്മാർ കാണുന്നതാണ് യഥാർത്ഥ ശബത്ത്. മുടന്തന്മാർ സൗഖ്യമാകുന്നതാണ് യഥാർത്ഥ ശബത്ത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ശുശ്രൂഷകളിൽ, നമ്മുടെ ആരാധനകളിൽ, നമ്മുടെ വീട്ടുകളിൽ, നമ്മുടെ സഭകളിൽ ഇതൊക്കെ സംഭവിക്കുമ്പോഴാണ് ദ റിയൽ ശബത്ത് നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്നത്. അല്ലാതെ ആമേൻ ജോലിയൊന്നും ചെയ്യാതെ ഞായറാഴ്ച രാവിലെ കെട്ടി ഒരുങ്ങി ആമേൻ വെള്ളയൊക്കെ ഇട്ട് ബൈബിളും എടുത്തുകൊണ്ട് ചർച്ചിൽ വന്നിരുന്ന് 4 പാട്ടൊക്കെ പാടി ഒരു കള്ള സാക്ഷ്യം പറഞ്ഞ് തലയും അട്ടി പോകുന്നതല്ല ശബത്ത്. ശബത്ത് എന്ന് പറഞ്ഞാൽ പീസ്ഫുൾ, സ്വസ്ഥത, ആനന്ദം, സന്തോഷം, ഹൃദയത്തിൽ നിന്നുള്ള സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുന്നതും ശരീരത്തിനും പ്രാണനും ആമേൻ മാനസിക കാര്യങ്ങൾ കുടുംബങ്ങളും ആ സ്വസ്ഥത അനുഭവിക്കുന്നതാണ് യഥാർത്ഥ ശബത്ത്. നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ നമ്മുടെ പാസ്റ്റർമാര് അല്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷകൻ നമ്മളെ കീറി മുറിച്ച് വെട്ടി കണ്ടം തുണ്ടമാക്കിയാണ് പ്രസംഗിക്കുന്നതെങ്കിൽ അതൊരിക്കലും ഒരു ശബത്തല്ല. നമ്മുടെ മുറിവുകൾക്ക് മീതെ തീ വെച്ച് കുത്തുന്നെങ്കിൽ അത് ശബത്തല്ല. നമ്മുടെ മുറിവുകളെ ഉണക്കുന്നതാണ് റിയൽ ശബത്ത്. നമ്മുടെ മാനസിക മുറിവുകളെ സൗഖ്യമാക്കി ശരീരത്തിന്റെ മുറിവുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇപ്പൊ തന്നെ ഉടനെ ഒരു ഹീലിംഗ് സംഭവിച്ചില്ലേലും കർത്താവ് നിന്നെ സൗഖ്യമാക്കട്ടെ എന്ന് പറയുമ്പോൾ മനസ്സിനുണ്ടാകുന്ന ഒരു സൗഖ്യമുണ്ട്, ആ ഹൃദയത്തിനകത്ത് ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അത് ശബത്തിന്റെ റെവലേഷനാണ്. ആമേൻ. ഈ തലമുറയിൽ ദൈവം എനിക്കും നിങ്ങൾക്കും അങ്ങനെ ഒരു ശബത്ത് പ്രസംഗിക്കാനുള്ള അഭിഷേകമാണ് തന്നിരിക്കുന്നത്. വാസ്തവത്തിൽ ആമേൻ യേശു അവിടെ പ്രസംഗിക്കുമ്പോൾ അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്.
ഇന്ന് നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്നത് കൊണ്ട് ഈ വചനം നിവർത്തിയായിരിക്കുന്നു. ആ ശബത്തിൽ ആ പള്ളി പറഞ്ഞതാണ്, ആ യേശു വായിച്ച ഭാഗത്തെ കുറിച്ച് പറഞ്ഞിട്ട്, ഇന്ന് നിങ്ങൾ എൻ്റെ ശബ്ദം കേട്ടത് കൊണ്ട് ഈ യെശയ്യാ പ്രവാചകന്റെ പ്രവചനം എന്ത് ചെയ്തിരിക്കുന്നു? നിവർത്തിയായിരിക്കുന്നു. എന്താണ്? ഞാൻ ഇവിടെ വന്നതുകൊണ്ട് ശബത്ത് വന്നിരിക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടെ പറയുന്നു, ക്രിസ്തു അവിടെ പ്രസന്റ് ആയതുകൊണ്ട് ദ റിയൽ ശബത്ത് അവിടെ പ്രസന്റ് ആയി. യേശു ക്രിസ്തു എവിടെ ഉണ്ടോ അവിടെ യഥാർത്ഥ ശബത്തുണ്ട്. അങ്ങനെയെങ്കിൽ എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിനകത്ത് ക്രൈസ്റ്റ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഉള്ളത് കൊണ്ട് അവിടെയാണ് യഥാർത്ഥ ശബത്തുള്ളത്. ക്രിസ്തുവാണ് നമ്മുടെ റെസ്റ്റ്, ക്രിസ്തുവാണ് നമ്മുടെ ശബത്ത്. ആമേൻ, പ്രൈസ് ഗാഡ്. അപ്പൊ അന്ന് ലൂക്കോസിന്റെ സുവിശേഷം അടുത്ത 13-ാം അധ്യായം എടുക്കുമ്പോൾ 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആമേൻ, ഒരു സ്ത്രീ 18 വർഷം കൂനിയായിരുന്ന ഒരു സ്ത്രീയെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. 18 വർഷം കൂനിയായിരുന്ന ഒരു സ്ത്രീ, അവർ 18 വർഷമായിട്ട് ആലയത്തിൽ വരികയാണ്. ഒരു ശബത്ത് പോലും അവർ മുടക്കിയിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, വാസ്തവത്തിൽ അവർ ശബത്ത് എൻജോയ് ചെയ്തിട്ടുണ്ടോ? ജീവിതത്തിൽ അവർക്കൊരു ശബത്ത് ഉണ്ടായിട്ടുണ്ടോ? ശബത്ത് ദിവസം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അവർക്ക് ശബത്ത് ഉണ്ടായിട്ടില്ല. മനസ്സിലായോ? ശബത്തുകളിൽ ശബത്ത് ആചരിച്ചിട്ടുണ്ട് അവര്, പക്ഷെ അവർ ശബത്ത് എന്ത് ചെയ്തിട്ടില്ല? അനുഭവിച്ചിട്ടില്ല. എല്ലാവരും ശബത്തിൽ ദേവാലയത്തിൽ വരുന്നു, അവരും സിനഗോഗിൽ വരുന്നു, അവിടുത്തെ കാര്യങ്ങൾ കേൾക്കുന്നു, വചനം കേൾക്കുന്നു, പോകുന്നു. പക്ഷെ 18 വർഷമായിട്ട് ഈ സ്ത്രീ കൂനിയായിട്ടിരിക്കുകയാണ്. അവളെ സൗഖ്യമാക്കിയപ്പോ അവിടുത്തെ പള്ളിപ്രമാണിക്ക് അത്രയ്ക്ക് അങ്ങ് എന്ത് ചെയ്തില്ല? ഇഷ്ടപ്പെട്ടില്ല. പള്ളിപ്രമാണി നീരസപ്പെട്ടു. പള്ളിപ്രമാണി പറഞ്ഞു, നിങ്ങൾക്ക് വേല ചെയ്യാൻ 6 ദിവസമുണ്ട്, ഈ ശബത്തിൽ തന്നെ വന്ന് ഇവനെ സൗഖ്യമാക്കണം, വേറെ ഏതെങ്കിലും ദിവസം സൗഖ്യമാക്കിയാൽ പോരെ എന്ന് പറഞ്ഞ് കർത്താവിനോട് കോപിച്ചപ്പോൾ, യേശുവിനോട് നീരസപ്പെട്ടപ്പോൾ യേശു പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: എൻ്റെ പൊന്നെ, 18 വർഷമായി നിങ്ങളുടെ വീട്ടിൽ ഒരു കഴുതയോ ഒരു കാളയോ ഒരാടോ കുഴിക്കകത്ത് വീണ നീയൊക്കെ ശബത്തൊന്നും നോക്കത്തില്ല, യാഗമൊന്നും നോക്കത്തില്ല, ഉടനെ അതിനെ രക്ഷിക്കാൻ നീ തയ്യാറാകും. പക്ഷേ അങ്ങനെയെങ്കിൽ ഈ ശബത്തിന്റെ അന്ന് അബ്രഹാമിന്റെ മകളായ ഈ സ്ത്രീയെ 18 വർഷമായിട്ട് ഒരു രോഗാത്മാവ് പിടിച്ചു വച്ചിരിക്കുകയാണ്. അബ്രഹാമിന്റെ മകൾ എന്ന അഡ്രസ്സ്, അവളുടെ ട്രൂ ഐഡന്റിറ്റിയെ കർത്താവ് പറയുകയാണ്. പക്ഷെ അവളുടെ മറ്റൊരു ഐഡന്റിറ്റി അന്ന് അവിടെ അറിയാം. ആ സ്ത്രീയുടെ പേരവിടെ ഇല്ല. ആ സ്ത്രീക്ക് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് കൂനിയായ സ്ത്രീ എന്നാണ്. ആമേൻ. 12 വർഷം രക്തസ്രാവമുള്ള സ്ത്രീക്ക് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് രക്തസ്രാവക്കാരി എന്നാണ്. അവളുടെയും പേരില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രശ്നങ്ങൾ അവരുടെ പേരായി മാറി, പ്രശ്നങ്ങൾ അവരുടെ ഐഡന്റിറ്റിയായി മാറി. സോ ഈ 18 വർഷം കൂനിയായിരുന്ന സ്ത്രീ യഥാർത്ഥത്തിൽ ശബത്ത് എപ്പോഴാണ് എൻജോയ് ചെയ്തത്? അന്നത്തെ യേശു ആ പള്ളിയിൽ വരികയും ദേവാലയത്തിൽ വരികയും അവളുടെ മേൽ കൈവച്ച് അവളുടെ മേലുണ്ടായിരുന്ന രോഗാത്മാവിനെ ശാസിച്ച് അവളെ സൗഖ്യമാക്കി. അവളുടെ ശരീരം നിവർന്നു, അവൾ ദൈവത്തെ മഹത്വപ്പെടുത്തി. ആ ദിവസം അവളുടെ ജീവിതത്തിൽ യഥാർത്ഥ ശബത്ത് വന്നു. ആമേൻ. അപ്പൊ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ആമേൻ, യഥാർത്ഥ ശബത്ത് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ സൗഖ്യം, മാനസിക സൗഖ്യം, സാമ്പത്തിക സൗഖ്യം, കുടുംബജീവിതത്തിന് സൗഖ്യം, സ്വസ്ഥത, ആനന്ദം, സന്തോഷം, തൃപ്തി, ഇവ നിങ്ങൾക്കുണ്ടെങ്കിൽ ദാറ്റ് ഈസ് റിയൽ ശബത്ത്. മറ്റതെല്ലാം മതത്തിന്റെ ശബത്താണ്. പെന്തക്കോസ്തിന്റെ ശബത്താകാം, കത്തോലിക്ക ശബത്തുണ്ട്, ബ്രദറൻ ശബത്തുണ്ട്, CSI ശബത്തുണ്ട്, ലൂതറൻ ശബത്തുണ്ട്, മാർത്തോമ ശബത്തുണ്ട്. ഇതൊക്കെ ശബത്താണ്. അവരെല്ലാം പറയും ഞായറാഴ്ച വേറെ ഒന്നും ചെയ്യാൻ പാടില്ല, ആരാധന മാത്രമാണ് ചെയ്യാൻ പാടുള്ളത്. അപ്പോൾ വാസ്തവത്തിൽ ഈ ആരാധിക്കാൻ വരുന്നവർക്ക് ശരിക്കുള്ള സ്വസ്ഥത, ക്രൈസ്റ്റിൽ നിന്നുള്ള ശരിക്കുള്ള ശബത്ത് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നത് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ 18 വർഷം കൂനിയായിരുന്ന ഒരു സ്ത്രീ 18 വർഷമായി എത്ര ശബത്ത് അവൾ ആചരിക്കും? നിങ്ങളത് ചിന്തിച്ചു നോക്കിയേ. ഒരു വർഷത്തിന് നോർമലി 52 വീക്സ് ആണ് നമ്മൾ പറയാറുള്ളത്. 52 ആഴ്ചകൾ ഒരു വർഷത്തിനുണ്ടെന്നാണ്. 52 ആഴ്ചകൾ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ 52 അല്ലെങ്കിൽ 53 ശനിയാഴ്ചകൾ ഉണ്ടാകാം. അങ്ങനെയെങ്കിൽ 18 വർഷം, 18 ഗുണം 52, നിങ്ങൾ ഒന്ന് കണക്കെടുത്ത് നോക്കിയേ, പെട്ടെന്ന് പറ്റുമെങ്കിൽ 52 ഗുണം 18. ഇത്രയും ശബത്തുകൾ അവളുടെ ജീവിതത്തിൽ അവൾ കടന്നുപോയി. ഇത്രയും ശബത്തുകൾ അവൾ പള്ളിയിൽ വന്നു. ഇത്രയും ശബത്തുകൾ അവൾ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചു, പ്രസംഗം കേട്ടു, വചനമനുസരിച്ചു, ശബത്തിനെ അനുസരിച്ച് കാലടക്കി വെച്ച് സ്വസ്ഥമായി ദേവാലയത്തിൽ വന്നു. പക്ഷേ അവളുടെ ലൈഫിനകത്ത്, പേഴ്സണൽ ലൈഫിനകത്ത്, വ്യക്തിപരമായ ജീവിതത്തിനകത്ത് അവൾക്കൊരു ശബത്ത് കിട്ടിയിട്ടില്ല. 18 വർഷമായിട്ട്
അവൾ ശബത്തുകൾ വരികയാണ്. 18 × 52 നിങ്ങൾ കണക്കാക്കിയെങ്കിൽ പറഞ്ഞോളണം എത്ര ശബത്തുകൾ അവൾ ആചരിച്ചെന്ന്. പക്ഷെ ഒരൊറ്റ ശബത്ത് പോലും അവളുടെ ജീവിതത്തിനകത്തൊരു ശബത്തായി മാറിയില്ല. എന്നാൽ യേശു ക്രിസ്തു ആ പള്ളിയിൽ വന്ന് ദൈവവചന ശുശ്രൂഷിക്കുകയും 936 ശബത്ത് ദിവസങ്ങൾ അവൾ കടന്നുപോയി. 936 ശബത്ത് ദിവസങ്ങൾ ആ കൂനിയായ സ്ത്രീ ആചരിച്ചു. പക്ഷെ എപ്പോഴാ അവൾ റിയൽ ശബത്ത് വന്നത്? 936 ആ ശബത്ത്, യേശുവുമായിട്ടുള്ള എൻകൗണ്ടർ ഉണ്ടായ ആ ശബത്ത്, ക്രൈസ്റ്റ് അവളുടെ ജീവിതത്തിൽ സൗഖ്യത്തെ പകർന്നു കൊടുത്ത ആ ശബത്താണ് അവൾക്ക് റിയൽ ശബത്തായി മാറിയത്. അവൾ എൻജോയ് ചെയ്ത ശബത്ത്. ദാറ്റ് ഈസ് അപ്പോഴാണ് അവള് ആ രോഗാത്മാവ്, താങ്ക് യു അനുഷ, ആ രോഗാത്മാവിൽ നിന്ന് അവൾ സ്വസ്ഥയായത് എപ്പോഴാണോ അതാണ് അവളുടെ റിയൽ ശബത്ത്. നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് പൂർണ്ണമായി സ്വസ്ഥത പ്രാപിക്കുന്നത്? കർത്താവിൽ. പക്ഷേ നമ്മൾ പലപ്പോഴും പറയും മരണം വരെ നമുക്ക് പ്രശ്നമാണ്, നമ്മൾ ചാകും വരെ നമുക്ക് സ്വസ്ഥതയില്ല. സാമ്പത്തിക ഞെരുക്കം, രോഗങ്ങൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ഇതൊക്കെ മരണം വരെ ഉണ്ടാകുമെന്ന്. എന്നാൽ ശാരീരികമായ ചില എയിൽമെന്റ്സ് ഉണ്ടാകുമെന്നല്ലാതെ അസ്വസ്ഥമായിട്ട് കഷ്ടപ്പെട്ട് ദുരിതം അനുഭവിച്ച് പോകുന്നത് ഒരു ദൈവബദലിനെ സംബന്ധിച്ച് അനുയോജ്യമായ കാര്യമല്ല. ഇന്ന് രാത്രി ഞാൻ വ്യക്തമായി പറയാം, ഈ ശബത്തിനെ കുറിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാടും വ്യക്തമായൊരു ദർശനവും വ്യക്തമായ ഒരു ആഗ്രഹവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ ആഗ്രഹിക്കണം, കർത്താവേ, give me the real true Shabbat in my life. Let me enjoy the real Shabbat in my life. എൻ്റെ ജീവിതത്തിൽ ഒരു യഥാർത്ഥ ശബത്ത് അനുഭവിക്കാൻ കർത്താവ് എന്നെ സഹായിക്കണം. ഒരു യഥാർത്ഥ സത്യമായ ശബത്ത് എൻ്റെ ജീവിതത്തിൽ ആസ്വദിക്കാൻ ദൈവം എന്നെ സഹായിക്കണമെന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ മഹോദരം എന്ന് പറഞ്ഞ ഡ്രോപ്സി എന്ന് ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്നു. ഈ മഹോദരം എന്ന് പറയുന്ന ഒരു രോഗം ബാധിച്ച ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്ന കണ്ടു. ആ മനുഷ്യനെയും കർത്താവ് എന്ത് ചെയ്തു? ശബത്തിൽ സൗഖ്യമാക്കി. ആമേൻ. ശബത്തിൽ കർത്താവ് സൗഖ്യമാക്കി. അപ്പോ വാസ്തവത്തിൽ അന്ന് അവിടെ വന്നിരുന്ന ആളുകൾ യേശുവിനെ വിമർശിക്കാൻ തയ്യാറായി. യേശു സൗഖ്യമാക്കുമോ, ശബത്തിൽ ഇവൻ എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന്, സൗഖ്യമാക്കുമോ എന്നും പറഞ്ഞ് നോക്കിയിരിക്കുകയാണ്. പക്ഷെ ആ മനുഷ്യനെ കർത്താവ് എന്ത് ചെയ്തു? സൗഖ്യമാക്കി. കാരണം അവന്റെ ശബത്ത് സൗഖ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ വളരെ പ്രസിദ്ധമായ ഫെമിലിയർ ആയ ഒരു സ്റ്റോറി ഉണ്ട്. 38 വർഷം ബെഥസ്ദാ കുളത്തിന്റെ കരയിൽ രോഗിയായിട്ട് കിടന്നിരുന്ന ഒരു മനുഷ്യൻ. 38 വർഷം ആ മനുഷ്യൻ അവിടെ കിടക്കുകയാണ്. ഈ മനുഷ്യന്റെ ജീവിതത്തിൽ, ആ കുനിയായ സ്ത്രീയുടെ ജീവിതത്തിൽ 18 വർഷത്തെ ശബത്തുകൾ കടന്നുപോയെങ്കിൽ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ 38 വർഷത്തെ ശബത്തുകളാണ് കടന്നുപോയത്. ആമേൻ. സോ നിങ്ങൾ കണക്കാക്കി നോക്കണം. പിന്നീട് 38 × 52 നിങ്ങൾ കണക്കാക്കിയാൽ മതി എത്ര ശബത്ത് പുള്ളിക്കാരൻ കടന്നുപോയെന്ന്. പക്ഷെ യേശു അന്ന് അവിടെ വന്നു. ഒരു ശബത്തിൽ യേശു ആ ബെഥസ്ദാ കുളത്തിന്റെ കരയിൽ വന്നിട്ട് ആ മനുഷ്യനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്ക എടുത്തുകൊണ്ട് നടക്കുക, നിന്റെ കിടക്ക എടുത്ത് നടക്കാൻ പറഞ്ഞു. ഈ മനുഷ്യൻ എന്ത് ചെയ്തു? കിടക്ക എടുത്തുകൊണ്ട് നടന്നു. കിടക്ക എടുത്തുകൊണ്ട് നടന്നു പോകുമ്പോ ചില പരീശന്മാർ, മത നേതാക്കന്മാർ കണ്ടിട്ട് പറഞ്ഞു, എടാ ഇന്ന് ശബത്തിനകത്ത് നീ കിടക്ക ചുമക്കുന്നത് വിഹിതമല്ല, ചുമന്നുകൊണ്ട് പോകാൻ പാടില്ല. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ശബത്തിന്റെ അന്ന് പട്ടണവാതിലിൽ കൂടെ ഒരു വെയിറ്റ് തലച്ചുമടായിട്ട് അകത്തു പോവുകയോ പുറത്തു വരികയോ ചെയ്യാൻ പാടില്ല. പക്ഷെ ഈ മനുഷ്യൻ എന്ത് ചെയ്യുകയാണ്? ശബത്തിന്റെ അന്ന് താൻ 38 വർഷമായി കിടന്നിരുന്ന ആ ബെഡും ചുരുട്ടി തലയിൽ വെച്ചിട്ട് മനുഷ്യൻ കൂളായിട്ട് നടന്നു പോവുകയാണ്. അപ്പോൾ ഇതിനെ വിമർശിക്കുന്നവരോട് നമുക്കൊരു ചോദ്യമുണ്ട്. ആമേൻ. ഈ മത നേതാക്കന്മാരെ കഴിഞ്ഞ 38 വർഷം ഈ മനുഷ്യൻ 38 വർഷം എത്രയോ ശബത്തുകൾ, ആയിരക്കണക്കിന് ശബത്തുകൾ ഈ മനുഷ്യന് കടന്നുപോയി. തന്നെ അവിടെ നിന്നൊന്ന് പൊക്കാൻ, അവിടെ നിന്നൊന്ന് സ്വസ്ഥത വരുത്താൻ, തൻ്റെ വീട്ടിൽ പോയി ഭാര്യയും മക്കളോടൊപ്പം സന്തോഷിക്കാൻ ഈ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല. ഇതൊന്നും കണ്ടപ്പോൾ ശബത്ത് ആചരിക്കുന്ന മത നേതാക്കന്മാർക്ക്, ശാസ്ത്രിമാർക്ക്, പരീശന്മാർക്ക്, സദൂക്യന്മാർക്ക് ഒരു അസ്വസ്ഥതയും തോന്നിയില്ല. പക്ഷെ ശബത്തിന്റെ അന്ന് ഈ മനുഷ്യൻ 38 വർഷമായി ശരീരം മൊത്തം തളർന്നു കിടന്ന മനുഷ്യൻ ആരോഗ്യത്തോടെ എഴുന്നേറ്റ് കിടക്കയും എടുത്തുകൊണ്ട് സ്വാതന്ത്ര്യത്തോടെ നടന്നു പോകുന്നത് കണ്ടപ്പോൾ മതത്തിന്
അസ്വസ്ഥത തോന്നി. അതാണ് മതത്തിന്റെ ശബത്ത്. നീ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്, നീ സന്തോഷം അനുഭവിക്കുന്നത്, നീ ആനന്ദിക്കുന്നത് അവർക്ക് നിന്റെ സന്തോഷം എന്തെന്ന് അവർക്ക് മനസ്സിലാകത്തില്ല. ഈ മനുഷ്യന് 38 വർഷം ഇവൻ അനങ്ങാൻ പറ്റിയിട്ടില്ല, കിടക്കേ കിടക്കുക, ഉരുണ്ടൊന്ന് കുളത്തിനകത്ത് വീഴാൻ പോലും ഇവന് കഴിഞ്ഞിട്ടില്ല. ആ മനുഷ്യൻ ഇപ്പോൾ 2 കാലം നിവർന്ന് കിടന്നിരുന്ന കട്ടിലോ ആണോ എനിക്കറിയില്ല, ബെഡ് കിടക്ക എടുത്ത് തലയെ വെച്ചുകൊണ്ട് പുള്ളിക്കാരൻ നടന്നു പോവുകയാണ്. ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടായ വിടുവൽ, ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടായ സന്തോഷം എത്ര വലിയതാണ്. അവൻ ഈ പരീശന്മാരെക്കാളും ശാസ്ത്രിമാരെക്കാളും സദൂക്യന്മാരെക്കാളും എത്രയോ 1000 ഇരട്ടി കർത്താവിനെ സന്തോഷിച്ച് സ്തുതിച്ചിരിക്കും, ദൈവത്തെ മഹത്വപ്പെടുത്തിയിരിക്കും. അവൻ ചിലപ്പോൾ അവൻ കടന്നുപോയത് തുള്ളിച്ചാടിക്കൊണ്ടായിരിക്കാം നടന്നുപോയത്. വെറുതെ പതുക്കെ സാധാരണ ഒരു കോമൺ വാക്കല്ല. അവൻ തുള്ളിയും ചാടിയും ഒക്കെ ആയിരിക്കും സന്തോഷത്തോടെ നടന്നുപോയത്. കാരണം അവന്റെ ഉള്ളിൽ ട്രൂ ശബത്ത് വന്നിരിക്കുകയാണ്. യഥാർത്ഥ ശബത്ത് ആ മനുഷ്യന്റെ ജീവിതത്തിൽ വന്നിരിക്കുകയാണ്. അപ്പൊ യഥാർത്ഥ ശബത്ത് നമ്മൾ ആചരിക്കുമ്പോൾ ലോകത്തിന്റെ മതത്തിന് അത് മനസ്സിലാകത്തില്ല. നിങ്ങളെ നിർത്തിയിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ചുറ്റി നിൽക്കുന്ന ആ ഉപദേശത്തിന്റെ ശബത്തിന് നിങ്ങൾക്ക് സന്തോഷം തരാൻ കഴിയത്തില്ല. നമുക്കറിയാം, സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിൽ ഒരു മനുഷ്യൻ ഇരിക്കുകയാണ്. അവന് 40 വയസ്സിലധികം പ്രായം ഉണ്ടെന്നാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം പറയുന്നത്. ഈ മനുഷ്യൻ ഒരിക്കൽ യോഹന്നാനും പത്രോസും കൂടെ ദേവാലയത്തിനകത്തേക്ക് പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ ഈ മനുഷ്യനെ കണ്ടിട്ട് ഞങ്ങളെ നോക്കാൻ പറഞ്ഞു. അപ്പൊ ഈ മനുഷ്യൻ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് അവനെ ഉറ്റുനോക്കി. പത്രോസ് പറഞ്ഞു, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, എഴുന്നേറ്റ് കിടക്ക എടുത്ത് നടക്ക. ഒരു കാര്യം ഞാൻ ഇവിടെ പറയാം. ഈ വെള്ളിയും പൊന്നും എനിക്കില്ല എന്ന് പത്രോസ് പറഞ്ഞതിനെ വെച്ച് ഒരു സഭാ വിഭാഗം നടത്തുന്ന ഒരു ഉപദേശമുണ്ട്. അവർക്ക് സ്വർണ്ണ മോതിരം ഇല്ലായിരുന്നു, മാലയില്ലായിരുന്നു, വെള്ളി ആഭരണമൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് പത്രോസ് അങ്ങനെ പറഞ്ഞതെന്ന്. വാസ്തവത്തിൽ പത്രോസിന് മോതിരം ഇല്ലെന്നോ മാലയില്ലെന്നോ പത്രോസ് അരഞ്ഞാണം കെട്ടിയിട്ടില്ലല്ലോ ഒന്നൊന്നും അല്ല അവൻ പറഞ്ഞത്. അവൻ ഉദ്ദേശിച്ച അത്രമാത്രം. അന്നത്തെ വിനിമയം, അന്ന് കാശെന്ന് പറയുന്നത് നാണയമാണ്. സ്വർണത്തിലും വെള്ളിയിലും ഉണ്ടാക്കിയ നാണയങ്ങളാണ് അന്ന് വ്യാപാരത്തിന് കൈമാറ്റത്തിന് വിനിയോഗിച്ചിരുന്നത്. പത്രോസ് സിമ്പിളായിട്ട് പറഞ്ഞത്, എനിക്ക് തരാൻ സ്വർണ്ണ നാണയമോ വെള്ളി നാണയമോ ഒന്നും എൻ്റെ ഇല്ല തരാൻ, അതൊക്കെ വലിയ സമ്പന്ന, ഞാൻ അങ്ങനെ തരാനില്ല. പക്ഷെ എനിക്ക് തരാൻ ഒന്നുണ്ട്, റിയൽ ശബത്ത് ഞാൻ നിനക്ക് തരാൻ പോവുകയാണ്. ഈ ദേവാലയത്തിനകത്ത് എല്ലാ ശബത്തിലും നീ വന്ന് ഭിക്ഷയാചിക്കുന്നുണ്ടല്ലോ. വരുന്ന ഈ ശബത്തിൽ ദേവാലയത്തിൽ ആരാധിക്കാൻ വരുന്നവരോടൊക്കെ കൈനീട്ടി നിന്റെ ആഹാരത്തിന് വേണ്ടി ഉപജീവനത്തിന് വേണ്ടി നീ ഭിക്ഷയാചിക്കാറുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ നിനക്കൊരു യഥാർത്ഥ ശബത്ത് തരാൻ പോവുകയാണ്. ആ ശബത്താണ് നസറായനായ യേശു ക്രിസ്തു എന്ന നാമം. ആ ശബത്ത് തൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അവൻ ചാടി എഴുന്നേറ്റു. അവൻ തുള്ളിയും ചാടിയും നൃത്തം ചെയ്തുകൊണ്ട് ദേവാലയത്തിനകത്ത് പ്രവേശിച്ചു. കഴിഞ്ഞ 40-ലധികം വർഷമായിട്ട് ഇവൻ അനേകം ശബത്തുകൾ കണ്ടിട്ടുണ്ട്. 1000കണക്കിന് 38 വർഷം ബെഥസ്ദാ കുളത്തിൽ കിടന്നവനേക്കാളും സീനിയോറിറ്റി ഉണ്ട് ശബത്ത് ദിവസത്തിൽ ഈ മനുഷ്യന്. പക്ഷെ ഒരൊറ്റ ശബത്ത് പോലും ഇവന്റെ ശബത്തായി മാറിയില്ല. ഞാൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചോ? അനേകം 1000കണക്കിന് ശബത്തുകളിലൂടെ ഈ മനുഷ്യൻ കടന്നുപോയെങ്കിലും ഒരു ശബത്ത് പോലും ഇവൻ അനുഗ്രഹമായി തീർന്നില്ല, ഇവന്റെ ശബത്തായി മാറിയില്ല. ഇവന്റെ ശബത്തായി മാറിയത് പത്രോസ് കൈക്ക് പിടിച്ച് നസറായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞപ്പോഴാണ് ആ മനുഷ്യന്റെ ശബത്ത് അവന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടത്. കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞപ്പോഴാണ് 38 വർഷത്തിന് ശേഷം ആ മനുഷ്യന്റെ ജീവിതത്തിൽ ശബത്ത് വെളിപ്പെട്ടത്. നീ നിവർന്ന് നിൽക്ക. രോഗാത്മാവിനെ ശാസിച്ച് ആ കൂനിയായ സ്ത്രീ എഴുന്നേറ്റ് നിവർന്ന് നടന്നു പോയപ്പോഴാണ് അവളുടെ ജീവിതത്തിനകത്ത് യഥാർത്ഥ ശബത്ത് വെളിപ്പെട്ടത്. മഹോദരമുള്ള പുരുഷനെ നോക്കി അവനെ സൗഖ്യമാക്കിയപ്പോഴാണ് അവന് യഥാർത്ഥ ശബത്ത് വെളിപ്പെട്ടത്. ആമേൻ. വരണ്ട കൈയുള്ള മനുഷ്യനെ ശബത്തിന്റെ അന്ന് സഭയ്ക്ക് നടുവിൽ, ദേവാലയത്തിന്റെ നടുവിൽ എഴുന്നേൽപ്പിച്ചു നിർത്തി അവന്റെ കൈക്ക് സൗഖ്യം വരുത്തപ്പോൾ ഹി എക്സ്പീരിയൻസ്ഡ് the real, the true Sabbath in his life. അവന്റെ ജീവിതത്തിൽ യഥാർത്ഥ ശബത്ത്, സത്യമായ ശബത്ത് ആ മനുഷ്യൻ അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രൈസ് ഗാഡ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിനകത്ത് മതത്തിന്റെ ശബത്തല്ല, ആചരിക്കുന്ന ശബത്തുകളല്ല, ഉപദേശ സഭാ വിഭാഗത്തിന്റെ ഒരു ശബത്തല്ല, ദ റിയൽ ശബത്ത് നമ്മുടെ ജീവിതത്തിൽ വേണം. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ ശബത്ത് ഇന്ന് രാത്രി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് സ്വസ്ഥതയുണ്ടാകാം, നിങ്ങളുടെ ശരീരത്തിനകത്ത് സ്വസ്ഥതയുണ്ടാക്കുന്ന ശബത്ത്. സഹോദരിമാരെ, നിങ്ങൾക്ക് ശബത്ത്, യഥാർത്ഥ ശബത്ത്, ആ ക്രൈസ്റ്റ് ജീസസ്
ക്രിസ്തു യേശു എന്ന ആ ശബത്ത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ വർഷങ്ങളായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകൾ മാറിപ്പോയി സ്വസ്ഥത അതിനകത്ത് വെളിപ്പെടും. ശബത്തിന്റെ ഒരർത്ഥമാണ് സ്വസ്ഥത എന്ന് പറയുന്നത്. നീ അസ്വസ്ഥത അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതല്ല ദ റിയൽ സ്വസ്ഥത. എപ്പോൾ ആ അസ്വസ്ഥത നിന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി മാറ്റപ്പെടുമോ അപ്പോഴാണ് യഥാർത്ഥ സ്വസ്ഥത നിന്റെ ജീവിതത്തിനകത്ത് വരുന്നത്.